വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രതരാമേസ്. അപ്പൊ മക്കളെ, നമ്മൾ മലയാള സെക്കൻഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട 6 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏത് പാഠഭാഗത്തിൽ നിന്നാണ് എന്ന് അറിയുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് എന്താണ്, ദയയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അതുപോലെ തന്നെ വംശം, അല്ലെ, നമ്മുടെ വംശം എന്ന് പറയുന്ന ഉറുമ്പിന്റെ ആ ഒരു പാഠഭാഗത്തിൽ നിന്നും ഉറുമ്പിന്റെ ജീവിതത്തെ കുറിച്ച്, അല്ലെ, പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠം നമ്മുടെ തഥാഗതയാണ്, അല്ലെ. അൾഷിമസ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് ഒരു ആസ്വാദനമോ അല്ലെങ്കിൽ ആ കഥാ നിരൂപണമോ ഒക്കെ എന്താണ് നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഈ രീതിക്കാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും എസ്സേ എന്താണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും കടക്കാം. ആദ്യം തന്നെ ദയയുടെ കഥാപാത്ര നിരൂപണം എന്തായാലും എല്ലാവരും പഠിച്ചു വെക്കണം. കഥാപാത്ര നിരൂപണം എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുത്തോളണം. അതിനുശേഷം, അല്ലെ, പാഠം എഴുതിയത് ആരാണ്, ഏതാണ് കഥ, ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ദയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ, മിസ് എന്തായാലും ലൈവില് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. ഇതിൽ നമ്മുടെ കഥാപാത്രത്തിന്റെ സവിശേഷത വേണം, ആ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം വെളിവാകുന്ന സംഭാഷണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൊട്ടേഷൻ ആയിട്ട് കൊടുത്തിട്ട് എഴുതണം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട്, അല്ലെ, അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമാണോ എന്നൊക്കെ വിശദീകരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്ന കഥാപാത്രമാണ് ദയ. അപ്പൊ അതിനു മുന്നേ പാഠം എഴുത്തുകാരനൊക്കെ എഴുതണേ. മന്ത്രി മരിച്ചതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് ബുദ്ധിമാനായ ഒരാളെ കണ്ടെത്താനും അയാൾക്ക് ചുമതലകൾ നൽകാനുമുള്ള ശ്രമത്തിലായിരുന്നു രാജാവ്. അത്തരമൊരു അവസരത്തിലാണ് രാജാവിന്റെ മണ്ഡപ പരിസരത്തിലേക്ക് ദയ കടന്നു വരുന്നത്. അമ്പെയ്ത്ത് മത്സരത്തിലാണ് ദയ ആദ്യം പങ്കെടുത്തത്. 5 അമ്പുകൾ ലക്ഷ്യത്തിലെത്തിച്ച് വിജയം നേടാൻ ദയക്ക് കഴിഞ്ഞു. തുടർന്ന് വാൾപ്പയറ്റ് മത്സരമായിരുന്നു. സമയം നീട്ടിക്കൊണ്ടു പോകാതെ മിന്നൽ വേഗത്തിൽ ദയ എതിരാളികളുടെ വാൾ തെറിപ്പിക്കുന്നു. പിന്നീട് കുതിരയെ മെരുക്കി മൈതാനത്തിലൂടെ ഓടിക്കുന്ന മത്സരമായിരുന്നു. അതിലും അവൾ വിജയം കൈവരിച്ചു. തുടർന്ന് ചതുരംഗ മത്സരമായിരുന്നു. ചതുരംഗത്തിലെ വിദഗ്ധന് നല്ല രാജ്യതന്ത്രജ്ഞൻ ആവാൻ കഴിയുമെന്ന് രാജാവ് പറയുന്നു. ചതുരംഗ കളിയിൽ വിജയിക്കാം എന്ന് ദയയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. എന്നാൽ രാജാവിനെ തോൽപ്പിച്ച് വിജയം നേടുന്നത് ശരിയല്ല എന്ന് അവൾ കരുതുന്നു. കാരണം ജനങ്ങൾക്ക് മുന്നിൽ രാജാവിന്റെ സ്ഥാനം കുറയാൻ അത് ഇടയാകും. ബുദ്ധിവൈഭവം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം, തന്ത്രപരമായ ഇടപെടൽ, ഇങ്ങനെ വിവിധ കഴിവുകളുള്ള ദയ എന്ന കഥാപാത്രം വായനക്കാരുടെയും കാഴ്ചക്കാരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 6 മാർക്ക് കിട്ടി. ഇനി അടുത്തൊരു ചോദ്യമാണ് എന്ത്, നമ്മുടെ തഥാഗത എന്ന് പറയുന്ന കഥയ്ക്ക് ഒരു കഥാ നിരൂപണമോ ആസ്വാദനമോ തയ്യാറാക്കാൻ പറയും. അപ്പൊ നിങ്ങൾ പാഠം എഴുതിയത് ആരാണ്, ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രം മിസ് പറഞ്ഞുതരാം എങ്ങനെ എഴുതണം. അപ്പോൾ കൃത്യമായിട്ട് പാഠം എഴുതിയത് ആരാണ്, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എന്താണ് കഥ, എന്താണ് തഥാഗത എന്ന തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഓരോ മുക്കും മൂലയും എന്താണ് നമ്മൾ വിശദീകരിക്കണം. ഇതിൽ മെയിനായിട്ട് വരേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്, ഓർമ്മകൾ നഷ്ടമായ അമ്മയുടെ ജീവിതവും അമ്മയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന മകളുടെ ലോകവുമാണ് ഈ കഥയുടെ പ്രമേയം. മകളെയും ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെയും മറന്നുപോയ അമ്മയുടെയും അമ്മയെ പരിചരിക്കുന്ന മകളുടെയും വൈകാരിക അവസ്ഥയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. മകളുടെ ചിന്തയിലൂടെയും വാക്കിലൂടെയും വളരുന്ന മനുഷ്യജീവിത അവസ്ഥയെ, അല്ലെ, ഹൃദയസ്പർശിയായിട്ടുള്ള ആഖ്യാനമാണ് കഥ. ഒറ്റപ്പെട്ടവരുടെയും രോഗബാധിതരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തണം എന്നൊരു തിരിച്ചറിവാണ് ഈ കഥ നൽകുന്നത്. ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചായിരിക്കണം നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തിൽ പഠിക്കും, നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ വംശത്തിൽ നിന്നും ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്, പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങൾ, അതായത് ഉറുമ്പിന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട് പ്രകൃതി നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ പുസ്തകത്തിൽ നല്ലാതെ നമുക്ക് ഈ ലോകത്ത് ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്, അല്ലെ. മാവുകളൊക്കെ കുനിഞ്ഞു നിൽക്കുന്നത് എളിമയും വിനയവും ഒക്കെ എന്താണ് ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ മരങ്ങളൊക്കെ തൻ്റെ കായ്ക്കനികൾ മറ്റുള്ളവർക്കായിട്ട് എന്താണ് താഴ്ത്തി വെക്കുന്നത്, അല്ലെ. പ്രകൃതിയിലുള്ള എല്ലാവരും എന്താണ് ഒന്നിച്ച് ഒരു കുടക്കീഴിൽ, അല്ലെ, എല്ലാവരും സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കണം എന്നുള്ള പാഠം പകരുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ വംശത്തിൽ ഉറുമ്പുകളുടെ ജീവിതവും
ആ ഒത്തൊരുമ, അതുപോലെ തന്നെ എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സ്, ആ കഠിനാധ്വാനം, ഇതൊക്കെയാണ് ഉറുമ്പിന്റെ ജീവിതത്തെ എന്താണ് മഹത്തരം പൂർണ്ണമാക്കുന്നത്. അപ്പൊ അതേ ജീവിത പാഠങ്ങൾ നമ്മളും എന്താണ് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ ഒരു എന്താണ് കവിതാഭാഗം മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അപ്പൊ ഇവിടെ എന്താണ് പ്രഭാഷണമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രഭാഷണമാണ്. അപ്പൊ പ്രഭാഷണത്തിന് നമ്മൾ പറയുന്നതാണ്. പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്നത് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകൃതി നമുക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ടെന്നും പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ പറയണം. നേരെ ഇതിലേക്ക് കടക്കരുത്. പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ പറയുക, ഉറുമ്പിന്റെ അധ്വാനവും മനോഭാവവും മനുഷ്യ സമൂഹത്തിന് മാതൃകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാവുക എന്ന സന്ദേശം ഉറുമ്പ് കാണിച്ചു തരുന്നു. സോദർക്കു വേണ്ടി തേങ്ങാത്തരി തലയിലേറ്റി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിന്റെ പ്രവൃത്തി പ്രകൃതി നൽകുന്ന മഹത്തായ ജീവിത പാഠമാണ്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ധാരാളം മാതൃകകൾ പ്രകൃതിയിൽ കാണാം. സ്വന്തം നിരീക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 6 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പാഠങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.